എങ്കിലും ചന്ദ്രിക എന്ന സിനിമയ്ക്ക് ശേഷം ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം നിർവഹിച്ചിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള പ്ലൂട്ടോ ഒരു സൈഫൈ പശ്ചാത്തലത്തിലുള്ള ഒരു ഏലിയൻ ഭൂമിയിലേക്ക് വരുന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള കെയോസ് കോമഡി ആകാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ്. തുടക്കം കാണുമ്പോൾ ഇതൊരു സൈഫൈ സിനിമയാണ് എന്ന് തോന്നുമെങ്കിലും പടം മുന്നോട്ട് പോകും തോറും ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടും ഒരു കോമഡി എന്ന ലെവലിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ തുടക്കത്തെ അപേക്ഷിച്ച് താരതമ്യേന ഒരു കൊമേഡിക് ഹൈയിൽ പടം കൊണ്ട് അവസാനിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. തുടക്കഭാഗങ്ങളിലെ എഴുത്തിന്റെ പാളിച്ച കാരണം ഒരു മാഡ് ക്യാപ് സെറ്റയറിക് കോമഡി ആകാനുള്ള അതിന്റെ പൊട്ടൻഷ്യൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ പോയൊരു സിനിമയാണ് പ്ലൂട്ടോ. തരംഗം, മറിയം വന്ന് വിളക്കൂതി, ബിജു മേനോൻ നായകനായിട്ടുള്ള പടയോട്ടം മുതലായ സിനിമകൾ അത് ട്രൈ ചെയ്തിട്ടുള്ള എക്സെൻട്രിക് കോമഡി കാരണം ഒരു പരിധിവരെ ആസ്വദിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അത്തരത്തിലുള്ള സിനിമകളുടെ ഒരു നീഷിലേക്ക് പോകാനുള്ള ഒരു സ്കോപ്പ് പ്ലൂട്ടോയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മൊത്തത്തിലുള്ള ഒരു ക്ലാരിറ്റി കുറവ് കാരണം ആ സോണിലേക്ക് പോകാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നില്ല. വിക്കി എന്ന വിഘ്നേഷാണ് നമ്മുടെ നായകൻ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരുപാട് സപ്ലിയുള്ള അതൊന്നും എഴുതിയെടുക്കാത്ത ആളാണ് വിക്കി. വിക്കിയുടെ അച്ഛന് അവനെ കണ്ടുകൂടാ. അനിയൻ അവനേക്കാൾ സക്സസ്ഫുൾ ആണ്. രക്ഷപ്പെടാൻ വേണ്ടി വിക്കി നടത്തിയിട്ടുള്ള എല്ലാ ബിസിനസ് സംരംഭങ്ങളും ഒന്നാം തരം പരാജയവുമായിരുന്നു. അങ്ങനെ ഡിപ്രഷൻ അടിച്ച് മുന്നോട്ട് പോകുന്ന വിക്കിയുടെ ജീവിതത്തിലേക്ക് ഒരു ഘട്ടത്തിൽ പൊടുന്നനെ ഒരു ഏലിയൻ കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഈ പടത്തിലൂടെ നമ്മൾ കാണുന്നത്. പടം എന്താവാനാണ് ഉദ്ദേശിക്കുന്നത് എന്നതിൽ ഒരു ക്ലാരിറ്റി കുറവ് പ്രകടമായിട്ടുണ്ട്. സിനിമയുടെ തുടക്കഭാഗങ്ങൾ ഓരോരോ കഥാപാത്രങ്ങളെയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഹീറോയെ കാണിക്കുക, ഹീറോയുടെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും ഗേൾഫ്രണ്ടിനെയും പിന്നെ സിനിമയിലെ വില്ലന്മാരെയും ഒക്കെ കാണിക്കുക എന്ന പർപ്പസാണ് തുടക്കത്തിൽ കാര്യമായിട്ട് നടക്കുന്നത്. അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പല ഇവന്റുകളും കഥയിലേക്ക് കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ടൈപ്പ് കോമഡിയും മറ്റുമാണ്. ഒന്നാം പകുതി അവസാനിക്കുന്ന ഘട്ടത്തിൽ പോലും നമുക്ക് കഥയിൽ ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുകയില്ല. അതുവരെ പടം നിരാശപ്പെടുത്തിയത് കൊണ്ടാണെന്ന് തോന്നുന്നു രണ്ടാം പകുതിയിൽ വരുന്ന ചില ഹ്യൂമർ സംഗതികൾ നല്ല രീതിയിൽ വർക്കാകുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തിരിച്ചു പോകാൻ നോക്കുന്ന ഏലിയനോട് നിനക്ക് ഞാൻ എന്താണ് പൊതിഞ്ഞു തരേണ്ടത് എന്ന് ചോദിക്കുന്ന നായകന്റെ അമ്മയുടെ പെർഫോമൻസ് ഒക്കെ കോമഡി ലെവലിൽ വർക്കാകുന്നുണ്ട്. അവസാനത്തെ ഒരു 20 മിനിറ്റിനടുത്ത് നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ടൈപ്പ് ഹ്യൂമർ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ മികച്ച ഒരു സട്ടയർ ആകുമായിരുന്നു. ഈ പടം ഞാൻ കാണുന്നത് തിയേറ്ററിലാണ്. തിയേറ്ററിൽ നമ്മളൊരു സിനിമ കാണുമ്പോൾ അത് പോസ് ചെയ്യാനോ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാനോ ഓപ്ഷൻ ഇല്ല. മുഴുവനായിട്ട് കാണുക എന്നതേ നമുക്ക് പറ്റൂ. ഈ സിനിമ ഞാൻ അഥവാ ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോമിലാണ് കാണുന്നതെങ്കിൽ മിക്കവാറും ഒരു 10-20 മിനിറ്റ് പരമാവധി കണ്ടിട്ട് നിർത്തും. മറ്റൊന്നും കൊണ്ടല്ല, കേട്ടുമടുത്ത ക്യാരക്ടറൈസേഷൻ കോമഡിയൊക്കെയാണ് തുടക്കഭാഗത്ത് പല സ്ഥലത്തും ഉള്ളത്. അതായത് പരാജയപ്പെട്ട എഞ്ചിനീയറിംഗ് നായകൻ, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കളിയാക്കലുകൾ, ഇത് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ഏലിയന് വേണ്ടിയിട്ടുള്ള ഒരു ഹണ്ട് എന്ന ലെവലിൽ കഥ മാറുന്നതുകൊണ്ട് സെക്കൻഡ് ഹാഫിനൊരു ജീവനൊക്കെ ഉണ്ടെങ്കിലും അവിടെയും അനാവശ്യമായിട്ട് പാട്ടും മറ്റും സിനിമ കുത്തിക്കയറ്റുന്നുണ്ട്. തിയേറ്റർ മൊമെന്റുകൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക എന്ന ഡെസ്പറേഷനാണ് ഒരർത്ഥത്തിൽ അങ്ങനത്തെ സീക്വൻസുകൾ തുറന്നു കാണിക്കുന്നത്. എക്സെൻട്രിക് കോമഡി എന്ന് പറയുന്ന സംഗതി സാമാന്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ജോണറാണ്. നോൺ സെൻസിക്കൽ ഹ്യൂമർ എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് കഥ പറച്ചിലൂടെ ആളുകളെ എത്തിക്കുക എന്ന് പറയുന്ന ഗംഭീര ടാസ്ക്കാണ് അത്തരത്തിലുള്ള സിനിമകൾ എടുക്കുമ്പോൾ സംവിധായകരുടെ മുന്നിൽ ഉള്ളത്. ആ ഒരു ടാസ്കിൽ വിജയിക്കാൻ സിനിമയുടെ അവസാനത്തെ ഒരു 20 മിനിറ്റിലെ ആദിത്യൻ ചന്ദ്രശേഖറിന് സാധിക്കുന്നുള്ളൂ. ബ്ലൂവും റെഡും നിറത്തിലുള്ള നിയോൺ ലൈറ്റിംഗ് പരിപാടി ഉപയോഗിച്ചുകൊണ്ട് ഒരു കോമിക് ബുക്ക് ഫീലുള്ള കോമഡി പടം എന്ന വൈബ് സിനിമാറ്റോഗ്രാഫിയിലൂടെ സിനിമയിൽ കൊണ്ടുവരാൻ വിഷ്ണു ശർമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം കേന്ദ്ര കഥാപാത്രമായിട്ട് നീരജ് മാധവ് വരുന്ന സിനിമയാണ് പ്ലൂട്ടോ. തൻ്റെതായ രീതിയിൽ അനായാസം ഹ്യൂമർ ചെയ്ത് ഫലിപ്പിക്കാനുള്ള കഴിവുള്ള നടനാണ് നീരജ്. ആ ഒരു കഴിവിനെ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ലൗഡായിട്ടുള്ള ഈ സിനിമയിലെ കോമഡി നീരജ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അൽതാഫ് സലീമാണ്. പുള്ളിയുടെ സ്വതസിദ്ധമായിട്ടുള്ള ചില സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഏലിയൻ കഥാപാത്രത്തെ രസകരമായിട്ട് അവതരിപ്പിക്കാൻ പുള്ളിക്ക് സാധിക്കുന്നുണ്ട്. അജു വർഗീസ് അവതരിപ്പിക്കുന്ന ടൈഗർ തമ്പി എന്ന വില്ലൻ കഥാപാത്രം ഒരർത്ഥത്തിൽ ബാലരമയ്ക്ക് ഒരു ട്രിബ്യൂട്ടാണ്. കാണാൻ ജമ്പനെ പോലെയുള്ള ടൈഗർ തമ്പി ഒരു ഘട്ടത്തിൽ ശിക്കാരി ശംഭുവിന്റെ വേഷവും കിട്ടുന്നുണ്ട്. ആർഷ ചാന്ദിനി ബൈജു ആണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത്ര വലിയ ചാലഞ്ചുള്ള റോളായിട്ട് തോന്നിയില്ല. കോണ്ടന്റ് ക്രിയേറ്റർമാരായിട്ടുള്ള സുബിൻ ടാർസൻ, നിഹാൽ മുതലായവരെ അവർ ഉണ്ടാക്കുന്ന റീലുകൾക്ക് സമാനമായ രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കിഷ്കിന്ദ കാണ്ഡത്തിലും കേരള ക്രൈം ഫയൽസിലും എക്കോയിലും ഒക്കെ ഉണ്ടായിരുന്ന സഹീർ മുഹമ്മദ് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പിച്ചുള്ള കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കൃഷാന്തിന്റെ 4.5 സംഘം എന്ന സിനിമയിലുണ്ടായിരുന്ന സച്ചിൻ ജോസഫ് അവതരിപ്പിച്ച ഈ പടത്തിലെ കഥാപാത്രം സാമാന്യം ചിരിക്കാനുള്ള മൊമെന്റുകൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നുണ്ട്. തിരക്കഥയുടെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഈ അടുത്ത് വന്ന ദൃഢം എന്ന സിനിമയുടെ ഒരു കോമിക്കൽ ഇക്വലന്റ് ആണ് പ്ലൂട്ടോ എന്ന് വേണമെങ്കിൽ പറയാം. മോശം ഡയലോഗ് റൈറ്റിംഗ്, കഥാപാത്രങ്ങളുടെ സംശയകരമായിട്ടുള്ള അതിവിനയം മുതലായ കാരണങ്ങളാൽ നല്ലൊരു ക്ലൈമാക്സ്, വേണ്ട ഇമ്പാക്റ്റ് ഉണ്ടാക്കാഞ്ഞ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ദൃഢം അനുഭവപ്പെട്ടത്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് പ്ലൂട്ടോയുടെയും ഒരു ഘടന. അതായത് ഒരു എന്റർടൈനർ ആകാൻ വേണ്ടിയിട്ടുള്ള തമാശകളും പാട്ടും ബഹളവും എല്ലാം ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ വെച്ചതുപോലെയാണ് ഈ സിനിമയുടെ ഒരു 70% വരുന്നത്. അത്രയും കണ്ടു തീരുമ്പോൾ തന്നെ നമുക്ക് സിനിമയിലുള്ള ഇൻട്രസ്റ്റ് അങ്ങോട്ട് ഇല്ലാതാകും.
അതിനുശേഷമാണ് ഈ സിനിമ അർഹിച്ച ഒരു ഹ്യൂമർ ട്രീറ്റ്മെന്റ് ആദിത്യൻ ചന്ദ്രശേഖർ കൊണ്ടുവരുന്നത്. ക്ലൈമാക്സിനോട് ചേർന്ന് വരുന്ന ബഹളത്തിന് ചുറ്റുമുള്ള ഹ്യൂമറും ടൈലന്റ് സീനായിട്ട് കൊണ്ടുവന്ന ഒരു സംഗതിയും കണ്ടപ്പോൾ ആ ഒരു എനർജി ഈ സിനിമയ്ക്ക് മൊത്തത്തിൽ വേണമായിരുന്നു എന്ന് തോന്നി. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്